പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ 3 വിഭാഗത്തിലുള്ള 30 ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യത്തിൻ്റെ കംപ്ലീറ്റ് ലൈവ് ഡിസ്കഷൻ ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 3 സെക്ഷൻ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മലയാളം നോക്കാം. മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഈ 91ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സതീർത്ഥ്യൻ. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. സതീർത്ഥ്യനാണ്. അടുത്ത ഓപ്ഷൻ 92ാമത്തെ ചോദ്യം, പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വിവിക്ഷയാണ് കേട്ടോ. വിവിക്ഷ ഓപ്ഷൻ ബി ആണ്. അടുത്ത് തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? തിക്തം എന്ന് പറയുന്ന പദത്തിൻ്റെ വിപരീത പദം ഏതെന്നാണ് നമ്മുടെ 93ാമത്തെ ചോദ്യം. എന്താണ് തിക്തം? മധുരമാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മധുരമാണ്. അതുപോലെ തന്നെ ആപ്പിൾ ഫോർ ആൻ ഐ. ആപ്പിൾ ഫോർ ആൻ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിലുണ്ണി എന്നാണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കണ്ണിലുണ്ണിയാണ് ആപ്പിൾ ഫോർ ആൻ ഐ. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മീൻ എന്നർത്ഥം വരുന്ന എന്താണ്? ചഷമാണ് അല്ലേ. ചഷമാണ്. നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിലുള്ള പുസ്തകങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മീൻ എന്ന് പറയുന്നത് എന്താണ്? ചഷമാണ്. 95 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 96ാമത്തെ ചോദ്യം, ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ഏറ്റുപാടുക എന്താണ്? ശിങ്കിടി പാടുക എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശിങ്കിടി പാടുക ഓപ്ഷൻ ബി ആണ്. ചുമ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ചുമ എന്നർത്ഥം വരുന്ന പദം ഏതെന്നാണ് നമ്മുടെ 97ാമത്തെ ചോദ്യം. ചുമ എന്നർത്ഥം വരുന്ന എന്താണ്? കാസം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ചുമ കാസമാണ്. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? കരിമ്പുലി കിട്ടും അല്ലേ. കരി പ്ലസ് പുലി എന്താണ്? കരിമ്പുലിയാണ്. അതുപോലെ തന്നെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഈ പൂജക ബഹുവചനം. എല്ലാ ചോദ്യത്തിനകത്തും തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ പൂജക ബഹുവചനം ഇതിൽ സ്വാമികൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വെയിൽനാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം ഏതാണ്? വെയിൽനാളം എന്ന് പറയുന്നതിൻ്റെ വിപുലീകരിച്ച രൂപം ഏതാണ്? വെയിലിൻ്റെ നാളമാണ് അല്ലേ. വെയിലിൻ്റെ നാളമാണ് വെയിൽനാളം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ മലയാളം ഓക്കെ അല്ലേ. നമുക്കിനി ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിൽ ഒന്നാമത് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നാണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി എന്ന് പറയുന്നതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരാനായിട്ട് സാധ്യതയുള്ളത് ഓപ്ഷൻ ഡി ആണ്. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൽ വരേണ്ടത്. അതുപോലെ തന്നെ 82ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻ ഇൻ ദ വേൾഡ് എക്സ്ട്രാ ഓർഡിനറി? എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നതിൽ എക്സ്ട്രാ എന്ന് പറയുന്ന വേർഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഡസ് ദ പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എക്സ്ട്രാ മീൻസ്. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയോണ്ട് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് കേട്ടോ. 82 ഓപ്ഷൻ ഡി ആണ്. അതുപോലെ തന്നെ ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദ ചോയ്സ് given below dash eve is a female sheep. എന്താണ് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് വരേണ്ടത്. എ ഈവ് ഈസ് എ ഫീമെയിൽ ഷീപ്പ് എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫ്രം ദ സ്റ്റിമുലസ്. അപ്പോൾ സ്റ്റിമുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ കറക്റ്റ് പ്ലൂറൽ എഴുതാനാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സ്റ്റിമുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ എന്താണ്? ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. 84ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. സ്റ്റിമുലിയാണ്. സ്റ്റിമുലിയുടെ എന്താണ്? നമ്മുടെ സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? സ്റ്റിമുലിയാണ് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കണ്ടീഷണൽ സെൻറ്റൻസ്. ഓക്കെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ഫസ്റ്റ് റാങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ 85ാമത്തെ ചോദ്യത്തിൽ എന്താണ് എൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്? എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. യു വുഡ് ഹാവ് ഗോട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. യു വുഡ് ഹാവ് ഗോട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. അപ്പോൾ 86ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം എന്താണ് വരേണ്ടത്? 86 ഓപ്ഷൻ ബി ആണ് അല്ലേ. ഈസിയർ ആണ് വരേണ്ടത്. എക്സാം ഈസ് ഈസിയർ ദാൻ ദ ലാസ്റ്റ് വൺ. അതുപോലെ തന്നെ വാട്ട് ഡസ് ദ സിനോണിം ഓഫ് സോർ? സോർ എന്ന് പറയുന്ന വാക്കിൻ്റെ സെയിം അർത്ഥം വരുന്ന സിനോണിം ഏതെന്നാണ് നമ്മുടെ 87ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. അസെൻഡ് ആണ് കേട്ടോ. അസെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് വരേണ്ടത്. ഓക്കെ, സിനോണിം ഓഫ് സോറ് അസെൻഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ 88ാമത്തെ ചോദ്യം, ഐ ആം ആൻ ആർട്ടിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. സെയിം സെൻറ്റൻസ്, ഈ സെയിം ചോദ്യത്തിൻ്റെ പാറ്റേൺ നമ്മുടെ ബാക്കി ചോദ്യങ്ങളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ ആം ആൻ ആർട്ടിസ്റ്റ് വരേണ്ടത് എന്താണ്? ആറിൻ്റായി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം വരേണ്ടത്. അതുപോലെ തന്നെ 88ാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ്
അപ്പാർത്തീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? നമ്മുടെ തൊട്ടുകൂടായ്മ കേട്ടിട്ടുണ്ടല്ലോ, തൊട്ടുകൂടായ്മ. അപ്പോൾ അപ്പാർത്തീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ്നെസ് ആണല്ലേ, അതൊരു വിഭാഗീയതയാണല്ലേ, വിഭാഗീയം എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ആൾക്കാരെ തിരിച്ചേർത്ത് തരംതിരിച്ച് മാറ്റുക എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ അപ്പാർത്തീഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മസ്കുലർ ജെൻഡർ ഓഫ് ഡച്ചസ്? ഡച്ചസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മസ്കുലർ ജെൻഡറാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡ്യൂക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, ഇങ്ങനെയാണ്. നമുക്കിനി നോക്കേണ്ടത് നമ്മുടെ മാത്സ് ആണ്. മാത്സ് നല്ല ബുദ്ധിമുട്ടായിരുന്നു മാത്സ്. അപ്പോൾ മാത്സ് നമുക്ക് നോക്കാം. അതിൽ 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 71 ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. 72ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 73ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടതും ഓപ്ഷൻ സി തന്നെയാണ്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അടുത്ത 74ാമത്തെ ചോദ്യം, 74 ഓപ്ഷൻ ബി. 61 ആണ് 74ാമത്തെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 75ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. 9:8 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത 76ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. 2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത്. 77ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 40. അടുത്ത 78ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, 2π എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത 79ാമത്തെ ചോദ്യമാണ്. 79ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 20 ആണ്. അടുത്ത 80ാമത്തെ ചോദ്യമാണ്. 80ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1/2 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഉടനെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ മറ്റേ ലൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിലുള്ള ലൈവ് ഉടനെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ആൻസർ കീ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആൻസർ കീ റെഡി ആയ ഉടൻ തന്നെ നമ്മുടെ ആ ഒരു ലൈവും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ലൈവ് ഉടനെ തന്നെ ഉണ്ടാവും. ലൈവിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ കയറിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എന്ന് വെച്ചാൽ അതൊന്ന് ലൈക്ക് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ലൈവ് തുടങ്ങാൻ നേരത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിവിൽ പോലീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങൾ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ആ പുസ്തകം വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇന്ന് വൈകുന്നേരം 7 മണിക്കൊരു വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുസ്തകം എങ്ങനെ ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ വീഡിയോയ്ക്കകത്ത് നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈവ് ക്ലാസ് ഉടനെ ഉണ്ടാവും. അപ്പോൾ ലൈവിന് വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.